Dear participants, ഞാൻ സമീർ ബാബു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഇന്ന് നമുക്ക് കൺസെപ്റ്റ് മാപ്പ്, മൈൻഡ് മാപ്പ് എന്നീ കൺസെപ്റ്റുകളെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. Yes, mind map and concept map. What is actually mind map? നമ്മൾ ഒരു പഠന ബോധന പ്രക്രിയയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങളിൽ നമ്മൾ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലേ? കരിക്കുലം നമ്മുടെ ഒരു കൺസേൺ ആണ്. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സ്ട്രാറ്റജീസ് വി ഹാവ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് റൂമിലും ക്ലാസ്സിന് പുറത്തുമായിട്ട് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള അധ്യാപനത്തിന് സഹായിക്കുന്ന സ്ട്രാറ്റജികളുണ്ട്. കുട്ടികളുമായി നമ്മൾ ഇടപെടുന്ന എൻഗേജ്മെന്റ്സ് ഉണ്ട്. നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്ന, പ്രത്യേകിച്ചും ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അസസ്മെന്റ്. ഇതെല്ലാം നമ്മൾ ഒരു ടീച്ചിങ് ലേണിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ പഠന ബോധന പ്രക്രിയയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരും, അല്ലെ? ഇതില് നമുക്കറിയാം കുറെ സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കുന്നു. ലോട്ട്സ് ഓഫ് മെത്തേഡ്സ് വി എംപ്ലോയ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെറിയ ചെറിയ ടൂൾസും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പഠനബോധന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അതിനെ ഫോർ ഗിയറിംഗ് ദ ലേണിംഗ് ടീച്ചിങ് പ്രോസസ്, വി യൂസ് ലോട്ട്സ് ഓഫ് സ്ട്രാറ്റജീസ്. വൺ വേ ഓർ ദി അതർ വി യൂസ് സം സ്ട്രാറ്റജീസ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. കൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ന്യൂ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തുക, അതിനുപയോഗിക്കുന്ന കുറച്ച് ടൂൾസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് മാപ്പ്, ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ വിഷ്വലൈസിംഗ് ദ റിലേഷൻഷിപ്പ്. പല കൺസെപ്റ്റുകളെ തമ്മിൽ യോജിപ്പിച്ച് ബന്ധപ്പെടുത്തി നമ്മൾ ചിത്രീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്, അതിനുപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ശരിക്കും കൺസെപ്റ്റ് മാപ്പ്. It is a diagram that are connected with relationship between concepts and is articulated for linking various phrases. Through linking various, പല വാക്കുകളിലൂടെയാവാം, പല ഡയഗ്രങ്ങളിലൂടെയാവാം, പല സൂചകങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പരസ്പര പൂരകങ്ങളായ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കൺസെപ്റ്റുകളെ നമ്മൾ ചേർത്ത് വെക്കുന്നത്. കൺസെപ്റ്റ് മാപ്പിൽ ഇതാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. നല്ല രീതിയിൽ പഠനം നടക്കാൻ വേണ്ടിയിട്ട് കൺസെപ്റ്റ് മാപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ ബെറ്റർ ടീച്ചിങ് ലേണിംഗ്. ഇറ്റ് ഇൻക്രീസസ് ദ മീനിങ്ഫുൾ ലേണിംഗ്. നമുക്കറിയാൻ പറ്റും, വെൻ ലേണിംഗ് ഈസ് മീനിങ്ഫുൾ, ദ ഔട്ട്പുട്ട് വിൽ ബി ഇഫക്റ്റീവ്, ദ ഔട്ട്പുട്ട് വിൽ ബി മോർ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പഠന പ്രക്രിയ അല്ലെങ്കിൽ പഠന ബോധനത്തില് അധ്യാപകർ ചെയ്യുന്ന സഹായങ്ങൾ എപ്പോഴും മീനിങ്ഫുൾ ആക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് പഠനവും അർത്ഥവത്താവുന്നത്, മീനിങ്ഫുൾ ആവുന്നത്. കൺസെപ്റ്റ് മാപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ. നമുക്കറിയാം, ഞാൻ ഇതിന് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ കൺസെപ്റ്റ് മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ടു റീഡ്, പക്ഷെ അതൊരു കൺസെപ്റ്റ് മാപ്പാണ്. അതായത് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണ്, ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്റ്റേഡിയം ഓർ ഇറ്റ്സ് എ മോൾ. നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്, അവിടെ കൊടുത്തിരിക്കുന്ന ഒരു മാപ്പ് ഒരു സൂചനയായിട്ട് നമ്മൾ കാണുകയും അത് നോക്കിയിട്ട് നമ്മൾ പ്ലേസസ് എവിടേക്കാണ്. സംടൈംസ് ഓർ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു മോള് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേഡിയോ അതല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഇൻ യൂണിവേഴ്സിറ്റീസ് വി ഹാവ് മാപ്സ്. അപ്പൊ അത് ശരിക്കും ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കൺസെപ്റ്റ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാപ്പ്. ഐദർ കൺസെപ്റ്റ് മാപ്പ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ആൾസോ ആസ് മൈൻഡ് മാപ്പ്. ഒരു കൺസെപ്റ്റിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് മൈൻഡ് മാപ്പാണ്. വിശദമായി പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അല്ല പല കാര്യങ്ങളെ ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ഒരു കൺസെപ്റ്റ് മാപ്പ് ആവുന്നത്. അതാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. They can take information in the form of chart, graphic organizers, tables, flow chart, Venn diagram, timeline or T-chart. ഈ രീതിയിലൊക്കെ നമുക്ക് ഒരു കൺസെപ്റ്റ് മാപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ എന്തൊക്കെയുണ്ട് കൺസെപ്റ്റ് മാപ്പിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, കൺസെപ്റ്റ് മാപ്സ്
വർക്ക് വെൽ ആൻഡ് ഇഫക്റ്റീവ് ഫോർ ലേണിംഗ് വേരിയസ് കണ്ടന്റ്. നമുക്ക് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കഥ പറയുന്നത് പോലെ കുറെ കാര്യങ്ങൾ നരേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ കുട്ടികൾക്ക് പഠനം പ്രോപ്പറായി നടന്നു എന്ന് വരും. പക്ഷെ നമ്മൾ വളരെ കൃത്യമായും സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു വിഷ്വൽ റെപ്രസെന്റേഷനിൽ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അത് ചിലപ്പോൾ കുട്ടികൾ ലോജിക്കലി അത് മനസ്സിലാക്കാൻ ഇഫക്റ്റീവ് ആയിരിക്കും. അവരെ മൈൻഡിലേക്ക് അത് കയറുന്നത് ചിലപ്പോൾ ഈ ചിത്രങ്ങൾ കാണുന്നതിലൂടെ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ എഡ്ഗാർ ഡെയിലൊക്കെ പറഞ്ഞിരിക്കുന്ന കോൺ ഓഫ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമ്മൾ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പല രീതിയിലുള്ള വിക്കേരിയസ് എക്സ്പീരിയൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അല്ലെ? ടു സീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് തിങ്സ്. ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഐ ആം എ ടീച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ ഒരു പൊളിറ്റിക്കൽ സയൻസ് ടീച്ചർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ചും ഒരു യൂണിറ്ററി സിസ്റ്റത്തെ കുറിച്ചും ഞാൻ പഠിപ്പിക്കാം. അപ്പൊ യൂണിറ്ററി സിസ്റ്റം, ഫെഡറൽ സിസ്റ്റം, ഇത് രണ്ടും റിലേറ്റഡ് ആണ്. അതിന്റെ ശാഖകള് അല്ലെങ്കിൽ അതിലെ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് വരുന്ന പല പല ഫോംസ്, പല സ്റ്റേറ്റുകളിലും ഉള്ള പല ഫോംസിനെ കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്താം. അതിന്റെ ഫീച്ചേഴ്സ് എനിക്ക് ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുക്കാം. Otherwise, I can give an example. For example, I am talking about learning theory. അപ്പൊ ഞാൻ സൈക്കോളജിയിൽ ലേണിംഗ് തിയറിയെ കുറിച്ച് പറയാം. അപ്പൊ ലേണിംഗ് തിയറിയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ there are various families of learning, various schools of learning theories. Schools of psychology proposes various learning theories. നമുക്കറിയാവുന്നത് പല രീതിയിൽ ബിഹേവിയറിസ്റ്റ് തിയറീസ് വി ഹാവ്, കോഗ്നിറ്റീവ് തിയറീസ് വി ഹാവ്, സൈക്കോ അനാലിസിസ് ഉണ്ട്, ജസ്റ്റാൾ തിയറി ഉണ്ട്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്ന കുറെ ലേണിംഗ് തിയറീസ്, ഇങ്ങനെ പല പല കൺസ്ട്രക്റ്റിവിസം പാരഡൈമിൽ വരുന്ന ലേണിംഗ് തിയറീസ്. അപ്പൊ നമ്മൾ സ്കിന്നർ, അതുപോലെ തന്നെ വാട്സൺ, ഇവരെല്ലാം പാവ്ലോവ്, ഇവരെല്ലാം വരുന്ന ഏത് ഫാമിലിയിൽ വരും? ബിഹേവിയറിസം. അപ്പൊ അവിടെ കാണിക്കാം അതിനകത്ത് സ്കിന്നറിന്റെ പരീക്ഷണങ്ങൾ, അതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, അതിൽ വന്നിരിക്കുന്ന ആനിമൽസ്, ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ. അടുത്ത ലേണിംഗ് തിയറി കാറ്റഗറി ഞാൻ സൈക്കോ അനാലിസിസ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇറ്റ്, ഈഗോ, സൂപ്പർ ഈഗോ, അതിന്റെ ഇമ്പോർട്ടൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ. When I come to the next, Gestalt, Kohler, Wertheimer, Kohler, Kafka, ഇവരെയൊക്കെ നമ്മൾ എനിക്ക് പറയാൻ പറ്റും അവരുടെ മീനിങ് ഫുൾ എക്സ്പീരിയൻസ്, മീനിങ് ഫുൾ ലേണിംഗ്, ആഹാ എക്സ്പീരിയൻസ്, ഇൻസൈറ്റ് ഫുൾ ലേണിംഗ്, ഇതൊക്കെ എനിക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് ചിത്രീകരിക്കാൻ പറ്റും. കൺസ്ട്രക്റ്റിവിസം പറയുമ്പോൾ എനിക്ക് അവിടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ വൈഗോട്സ്കിയെ കുറിച്ച് പറയാം. വൈഗോട്സ്കി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഒരു നോഡായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും. അടുത്ത ഏരിയയിൽ എനിക്ക് സ്കഫോൾഡിങ് കാണിക്കാൻ പറ്റും. ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാം എനിക്ക് ചിത്രീകരിക്കാൻ പറ്റും. അതാണ് ശരിക്കും സീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് കൺസെപ്റ്റ്സ് ഓഫ് ഡിഫറെന്റ് തിങ്സ് എന്ന പോയിന്റിൽ നമുക്ക് ചർച്ച ചെയ്യാം. സിമിലർലി ടു അനലൈസ് ഇൻഫർമേഷൻ ആൻഡ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പല ലേണിംഗ്, ഫോർ എക്സാമ്പിൾ പല ലേണിംഗ് തിയറീസ് കാണുമ്പോൾ ഓക്കെ ഹൗ ദിസ് ഈസ് ഡിഫറെന്റ് ഫ്രം ദി അതർ. നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക്സ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നു. വാട്ട് വിൽ ടേക്ക്, ഓക്കെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. സിംപ്ലി fruits, there are certain characteristics. Vegetables, there are certain characteristics. Appa fruits inde characteristics okay, this is not matching to that of vegetable. Vegetable inde characteristics vereyana. Compare cheyan kuttikku pattum, contrast cheyan pattum, relate cheyan pattum. That is actually what we expect from a wonderful concept map. അതാണ് കൺസെപ്റ്റ് മാപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതുപോലെ നമ്മൾ മൈൻഡ് മാപ്പിനെ കുറിച്ച് പറഞ്ഞാൽ കൺസെപ്റ്റ് മാപ്പിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമാണ് മൈൻഡ്. Mind map is a way of linking key concepts using images, lines and links. Concept map പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു കൺസെപ്റ്റിനെ മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത്. കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൈൻഡ് മാപ്പിൽ എടുക്കുന്നില്ല. മൈൻഡ് മാപ്പ് is a graphical way to represent ideas or concepts. ഇനി നമ്മൾ അടുത്ത ഒരു സ്ലൈഡിൽ, അടുത്തൊരു പ്രസന്റേഷനിൽ നമ്മൾ വ്യക്തമായി എന്താണ് ഇത് തമ്മിൽ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഇനി കൺസെപ്റ്റ് മൈൻഡ് മാപ്പിനെ കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വിഷ്വൽ മോഡൽ തിങ്കിങ്. വിഷ്വൽ മോഡൽ തിങ്കിങ്. ഐ എം തിങ്കിങ് വിത്ത് വിഷ്വൽ. ഐ എം നോട്ട് റീഡിങ്, ബട്ട് ഞാനത് കാണുന്നു. കാണുമ്പോൾ തന്നെ there are information is coming to my mind. നമ്മൾ പിയാഷെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആ ഒരു മൈൻഡിലേക്ക്, നമ്മൾ ആ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് വി ക്യാൻ ടേക്ക് സം സ്കീമ, അല്ലെ? പിയാഷയുടെ ലാംഗ്വേജ് നമ്മൾ പറയുകയാണെങ്കിൽ വി ക്യാൻ ടേക്ക് സം സ്കീമ, വി ക്യാൻ മോഡിഫൈ സം സ്കീമ, സം സ്കീമാറ്റ, വി ക്യാൻ ഡു ഇറ്റ്, അല്ലെ? ഇതാണ് ശരിക്കും ഒരു വിഷ്വൽ മോഡൽ തിങ്കിങ് ടൂളാണ് മൈൻഡ് മാപ്പ്. ഇറ്റ് ഹെൽപ്സ് ഇൻ സ്ട്രക്ചറിങ് ഇൻഫർമേഷൻ. വളരെ ഭംഗിയായിട്ട് നമ്മൾക്ക് കാണുന്നത് കൊണ്ട് അതുപോലെ തന്നെ നമുക്ക് മൈൻഡിലേക്ക് ഒപ്പിയെടുക്കാനും പറ്റും.
ഇതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്. നമുക്ക് മറക്കുന്നില്ല ഒരിക്കലും. നമ്മൾ കാണുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ മറക്കാത്ത പോലെ തന്നെ ഈ രീതിയിൽ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻഫർമേഷൻ. ഇൻ മൈ യൂണിവേഴ്സിറ്റി ഐ ആം പ്രാക്ടീസിങ് ഇറ്റ് ഫോർ ഈവൻ ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ. എന്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഐ എം ഡീലിംഗ് എ കോഴ്സ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ സിമിലർലി ICT. ICT എന്ന് പറയുന്ന ഏരിയയിൽ ഐ ഹാവ് ഡിസ്ട്രിബ്യൂട്ടഡ് സം കണ്ടന്റ് ടു സ്റ്റുഡൻസ്. കുട്ടികൾക്ക് കണ്ടന്റ് കൊടുത്തു. ഈ കണ്ടന്റുകളെ യു ഹാവ് ടു ഡെവലപ്പ് എ മൈൻഡ് മാപ്പ്. ഒരു കണ്ടന്റ് കൊടുത്ത് അതിന്റെ എൻഡിൽ ഒരു മൈൻഡ് മാപ്പ് വേണം. വി ആർ മേക്കിംഗ് ഇറ്റ്സ് എ മൈൻഡ് മാപ്പ് ബുക്ക്. ഒരു മൈൻഡ് മാപ്പ് ബുക്കാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അറ്റ് ദ എൻഡ് എല്ലാ കുട്ടികളും എഴുതിയിരിക്കുന്ന മൈൻഡ് മാപ്പിനെ കളർഫുൾ ആയിട്ട് ഒരു ബുക്കായിട്ട് പ്രിന്റ് എടുത്തോ അല്ലെങ്കിൽ ഒരു ഒറ്റ ഫയലായിട്ടോ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ഈസി വേ ഓഫ് റിവൈസിങ് ദ കണ്ടന്റ്. അല്ലെ, കുട്ടികൾക്ക് വളരെ നന്നായിട്ട് കണ്ടന്റിനെ റിവൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് മൈൻഡ് മാപ്പ്. ഇറ്റ് ഹെൽപ്പ് ഇൻ ബെറ്റർ അനാലിസിസ്, ബെറ്റർ കോംപ്രിഹെൻഷൻ ആൻഡ് സിന്തസിസ്. പല കാര്യങ്ങൾ എടുക്കാം. ഒന്നെന്നില്ല എങ്ങനെ വ്യത്യാസമാകുന്നു, അതിൽ ബേസ് ചെയ്തുകൊണ്ടൊരു കോമൺ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് അതിനെ ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ അത് വെച്ചിട്ട് നമുക്ക് അനലിറ്റിക്കൽ ആയിട്ട് പറയാൻ പറ്റും. ഇതെല്ലാം ഈ മൈൻഡ് മാപ്പ് കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ. Then I am taking to the significance of mind maps and concept. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ മൈൻഡ് മാപ്പിന്റെ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? അറേഞ്ചിങ്, പ്രോപ്പർ അറേഞ്ചിങ് ആണ്, പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻ അറേഞ്ച്. സിമിലർലി ഇറ്റ് സപ്പോർട്ട്സ് ദ ടീച്ചർ. ഓഫ് കോഴ്സ് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമല്ലോ, ടീച്ചറിനെ സപ്പോർട്ട്. കാരണം ടീച്ചർ ഇതങ്ങ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ക്യാൻ ഈസിലി ഐഡന്റിഫൈ, സ്റ്റുഡൻസ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത് സാധാരണ കുട്ടികൾ നോട്ട് എഴുതുന്നു, നോട്ട് എഴുതിയെടുക്കുന്നു. അതിനെ ജസ്റ്റ് നമുക്കൊരു മെമ്മറൈസേഷന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കൈൻഡ് ഓഫ് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് വെരി എഫക്റ്റീവ്. ഇറ്റ്സ് എ ബ്രെയിൻ സ്റ്റോമിംഗ് ടൂൾ. ഞാനൊരു പിക്ചർ കൊടുക്കുകയാണ്, ലെറ്റ് us ഡിസ്കസ് ടുഡേ ദിസ് എന്നും പറഞ്ഞിട്ട് ഞാനൊരു പിക്ചർ ആണ് കുട്ടികൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. ദേ ആർ ഫൈൻഡിങ് ഔട്ട് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാമാണ് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുട്ടികൾക്ക് തന്നെ ഈ കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നത്. Then there will be some questions only. പിന്നെ അവർക്ക് ക്വസ്റ്റ്യൻ ഉള്ളൂ. എനിക്ക് കിട്ടാത്ത, ഞാൻ മനസ്സിലാകാത്ത, എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെ പിന്നെ ഞാൻ ചോദിക്കും. കാരണം എവറിത്തിങ് വാസ് വെരി പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ്. എല്ലാം ക്ലിയർ ആയിട്ട് ഒരു മൈൻഡ് മാപ്പിൽ അവതരിപ്പിച്ചു. HOT, you know that higher order thinking skills. It is short. We just generally use it as HOT. Higher order thinking skills when we take, for example, problem solving. Problem solving in help. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് ആൾസോ പോസിബിൾ ത്രൂ മൈൻഡ്. നമ്മൾക്ക് കൊടുക്കുന്നതിലൂടെ കുട്ടി, ഒരു സ്റ്റുഡന്റ്, ഒരു ലേണർ, ഹി ഓർ ഷീ സ്റ്റാർട്ട്സ് തിങ്കിങ്. കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നു. സോ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആയ പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ഇതിനൊക്കെ തന്നെ ഹെൽപ്ഫുൾ ആവുന്നു. സ്റ്റഡിങ് ആൻഡ് മെമ്മറൈസേഷൻ ഈസ് ആൾസോ പോസിബിൾ. ഇറ്റ് സപ്പോർട്ട്സ് ഇൻ ലേണിംഗ്. കുട്ടികളുടെ ലേണിംഗിനെ ഹെൽപ്ഫുൾ ആവും. കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തും. കുറച്ചും കൂടെ കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യനിങ് പോസിബിലിറ്റി ഉണ്ടാവും. നമ്മൾ ക്വസ്റ്റ്യനിങ് സ്കിൽ, പലപ്പോഴും നമ്മളൊരു നോട്ട് കൊടുക്കുകയോ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നില്ല ക്ലാസ്. പക്ഷെ നമ്മൾ ഒരു മൈൻഡ് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ there are chances of more questions. Similarly, planning. ടീച്ചറിന് പ്ലാനിങ് ചെയ്യാൻ ഒരു ഹെൽപ്ഫുൾ ആണ് ശരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരഞ്ഞു വെക്കാം ഒരു കൺസെപ്റ്റ് മാപ്പ് രൂപത്തിൽ. അതിനുവേണ്ടി ഉപയോഗിക്കാം. ടീച്ചിങ്ങിലേക്ക് വരുമ്പോഴേ ടീച്ചറുടെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് ലേണിംഗ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് മൈൻഡ് മാപ്പ്. There are n numbers of researching and consolidation. റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. റിസർച്ചിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ റിസർച്ച് ഡിസൈൻസ് ഒക്കെ ഒരു കൺസെപ്റ്റ് മാപ്പ് രൂപത്തിൽ എഴുതാറുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് ടൂൾ ഫോർ ദാറ്റ്. ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് an aid to the researcher. റിസർച്ചറിന്റെ ഒരു ഫ്ലോ ഓഫ് റിസർച്ചിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടൂളാണ് എന്ന് പറയാം. കൺസോളിഡേഷൻ ഓഫ് സംതിങ്, സമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. കൺസോളിഡേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. When I was doing a course on MOOC development from SNDT Women's University. അപ്പോൾ SNDT Women's University ഞാനൊരു MOOC കോഴ്സ് ചെയ്തപ്പോഴേ they told us to make a summary of the lesson as a concept map, as a mind map. ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തോളൂ, എന്നാൽ നമുക്ക് ഒരു സമ്മറി ആയിട്ട് പിക്ചറൈസ് ചെയ്യും. വളരെ നല്ല ഒരു ആശയമാണ്. അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ഒരു ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ഒരു യൂണിറ്റ് തീർത്തു കഴിഞ്ഞാൽ just give a representation through a map. It will be very useful for the students to memorize it. ഞാൻ സജസ്റ്റ് ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എഴുതുമ്പോൾ അതിന്റെ എൻഡിൽ നമ്മൾ പലപ്പോഴും ഫോറിൻ ബുക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ റെപ്യൂട്ടഡ് കമ്പനീസ് പബ്ലിഷ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുക്കും. സാധാരണ ഇന്ത്യയിൽ ഉണ്ട്, ഇല്ലെന്നല്ല, ബട്ട് മോസ്റ്റ്ലി ഇറ്റ്സ് നോട്ട് കോമൺ ഇൻ ഇന്ത്യൻ
ഓതേഴ്സ് എമംഗ് ഇന്ത്യൻ ഓതേഴ്സ്. പക്ഷെ നമ്മൾ ഫോറിൻ ഓതേഴ്സ് ചിലവര് എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് എ ടെക്സ്റ്റ് ബുക്ക് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ ആ ഒരു പോയിന്റ്സ് ടു റിമെമ്പറിന് പകരം ഒരു മൈൻഡ് മാപ്പ് വെച്ചാൽ ഇറ്റ് വിൽ ബി റിയലി അപ്പീലിംഗ്. ഫോർ ദാറ്റ് ഒരു മിനിമം പ്രിപ്പറേഷൻ ആസ് എ ടീച്ചർ ആസ് എൻ ഓതർ വി നീഡ്. ബട്ട് എന്നിരുന്നാലും അത് വളരെ നല്ലൊരു അപ്പീലിംഗ് ആയി. റിപ്പോർട്ടിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. റിപ്പോർട്ടിങ്ങിന് നമ്മളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന പബ്ലിഷിങ്ങിന് ഈ സമയത്തൊക്കെ തന്നെ കൺസെപ്റ്റ് മാപ്പ് യൂസ്ഫുൾ ആണ്. മൈൻഡ് മാപ്പ് യൂസ്ഫുൾ. If it is both are in one way similar, but if it is mind map, it will be based on a specific area, specific concept, specific variable. Complex phenomena simplify ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്രിയേറ്റിവിറ്റി നർച്ചർ ചെയ്യുന്നു എന്നുള്ളതും അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. Then let us explore, let us make use of this kind of mind maps in daily teaching life. I am not talking about daily life, it is daily. നമുക്ക് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ടീച്ചിങ്ങിന് ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിക്കുക. Let us explore. നന്നായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. It will be a wonderful time for you. It will be a wonderful time for your learners. നമ്മുടെ കുട്ടികൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകും എന്നുള്ളത് തീർച്ചയാണ്. That is my concern. Now, then we will discuss the other details of concept map and mind map in another video. Thank you so much. Have a nice time.